ഓപ്പറേഷൻ സിന്ദൂറിന് ഞെട്ടൽ മാറും മുന്നേ പാകിസ്ഥാൻ ലാഹോറിൽ സ്ഫോടനങ്ങൾ. വാൾട്ടൺ എയർഫീൽഡിനടുത്ത് തുടർ സ്ഫോടനങ്ങളുണ്ടായെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ആക്രമണമെന്ന് പാക് പോലീസ് പറയുന്നുണ്ടെങ്കിലും ആരാണതിന് പിന്നിൽ എന്നത് വ്യക്തമല്ല. ആ ദൃശ്യങ്ങളും പുറത്തുവന്നു. അതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ ആക്രമണം കടുപ്പിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇന്നലെ പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം അല്പസമയത്തിനകം ചേരും. ഇന്ത്യൻ സൈനിക നടപടിക്ക് പിന്നാലെ ജമ്മു കാശ്മീർ അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാക് സേന. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്, ബൽറാം നുരുങ്ങാടി, വിനിത ബി ജി എന്നിവർ ഏറ്റവും ആർ അച്യുതൻ, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരും. ആദ്യം ശ്രീനാഥ്, ഈ ലാഹോർ സ്ഫോടനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഈ പറഞ്ഞ അല്ലെങ്കിൽ തന്നെ ബലൂചിസ്ഥാൻ അവർ കുറച്ചുകൂടി ശക്തിപ്പെടുന്നുണ്ട്. അവരുടെ ഒരു പ്രവിശ്യ പിടിച്ചെടുക്കുന്ന സാഹചര്യം നമ്മൾ നേരത്തെ കണ്ടതാണ്. ആകെ മൊത്തം പാകിസ്ഥാനിന് അകത്തും വല്ലാത്ത കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീനാഥ്. തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇന്ത്യ ഒരു ഭാഗത്ത് പാകിസ്ഥാൻ വളർത്തിവിട്ട ഭീകരവാദത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നു. അത് പാകിസ്ഥാന്റെ മണ്ണിൽ കയറി തന്നെയാണ് ഭീകരവാദി താവളങ്ങൾ തകർത്തിരിക്കുന്നത്. അതിർത്തിയിൽ സംഘർഷഭരിതമായ സാഹചര്യം. മറ്റൊരു ഇടത്താവട്ടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ശക്തമായ പോരാട്ടം നടത്തുന്നു. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, പാകിസ്ഥാൻ സൈനികർ സഞ്ചരിച്ച വാഹനം ബോംബ് ഉപയോഗിച്ച് തകർക്കുന്നതിന്റെ ഏതാനും ഒന്നോ രണ്ടോ സെക്കൻഡുകൾക്കുള്ളിൽ ആ വാഹനം പൂർണ്ണമായി ചിതറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ തരത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാളികൾ വലിയ പോരാട്ടം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടത്തുന്നു. മാത്രമല്ല പാകിസ്ഥാൻ അകത്ത് അവർ തന്നെ പാലൂട്ടി വളർത്തുന്ന അവരുടെ തന്നെ ഭീകരവാദികൾ അവരുടെ മണ്ണിൽ പലവട്ട ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയത്, ആക്രമണങ്ങൾ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. രാവിലെ മുതൽ പറയുന്ന പോലെ ഈ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിനടക്കം നേരെ അടക്കം നടന്ന ആക്രമണങ്ങൾ, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ അവർ തന്നെ നാണം കെട്ടുപോയ സംഭവങ്ങൾ മറ്റു പലതുമുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ ലാഹോറിൽ ഒരു വലിയ സ്ഫോടനം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. 3 തവണയെങ്കിലും വാൾട്ടൺ എയർഫീൽഡിന് സമീപത്ത് സ്ഫോടനം നടന്നിരിക്കുന്നു. ഗോപാൽ നഗർ, നസീറാബാദ് എന്നീ 2 ഇടങ്ങളിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. തുടർച്ചയായ സ്ഫോടനം, അത് ഉഗ്ര ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു എന്നതാണ് റോയിട്ടേഴ്സിനോട് ചില ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ഉഗ്ര സ്ഫോടനത്തോടെ പൊട്ടുന്നു, തീയും പുകയും വലിയ തോതിൽ ഉയരുന്നു, ആകാശത്തേക്ക് പുക കൊണ്ടങ്ങ് നിറഞ്ഞു. ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു, പേടിച്ചാളുകൾ ഓടി. കാരണം ഇതൊരു ജനങ്ങൾ വലിയ തോതിൽ താമസിക്കുന്ന ഒരു ഇടമാണ്. അവിടെയാണ് തുടർച്ചയായി ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടായത്. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ ലാഹോർ പോലീസ് ആ മേഖലയെ സീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കാൻ, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് കാണാനോ സാധാരണ ജനങ്ങൾക്കോ മാധ്യമപ്രവർത്തകർക്കോ ഒന്നും തന്നെ ഇപ്പോൾ അനുമതിയില്ല. പൂർണ്ണമായി ലാഹോർ പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അവിടെ ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ലാഹോർ പോലീസ് ഇപ്പോൾ പ്രാഥമിക ചില സൂചനകളൊക്കെ നൽകുന്നത്, അവരുടെ വാദമായി അവർ പറയുന്നത് അങ്ങനെ നമുക്കതിനെ പരിഗണിക്കാൻ പറ്റൂ. ഒരു ഡ്രോൺ എത്തി നടത്തിയ ആക്രമണം എന്നുള്ള തരത്തിൽ ഒരു വ്യാഖ്യാനം, ഒരു വാദം അവർ ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. 5 or 6 അടി വലുപ്പമുള്ള ഒരു ഡ്രോൺ അവിടെ എത്തിയിട്ടുണ്ട്. അതിനെ വെടിവെച്ചിട്ടു ഞങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഒരു 3 ഇടത്തെങ്കിലും വലിയ സ്ഫോടനം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ സ്ഫോടനത്തിന്റെ പുറകിൽ? ഇതൊരു ആക്രമണമായിരുന്നെങ്കിൽ ആരാണ് അതിന് പുറകിൽ എന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴും ഒരു ഡ്രോൺ എന്ന് പറയുമ്പോൾ പോലും അത് ആരഴിച്ചു എന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല. കാരണം രാവിലെയാണ് ഇന്നിപ്പോൾ രാവിലെ ഈ സ്ഫോടനം നടക്കുന്നത്. ആകെ മൊത്തം ഒരു പാനിക് സിറ്റുവേഷൻ ആ മേഖലയിലുണ്ട്. കാഷ്വാലിറ്റീസ്, ആർക്കെങ്കിലും പരിക്കോ മരണമോ ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ ഒരു വിവരവും അവിടെ നിന്ന് പുറത്തു വരുന്നില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പോലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ അവർക്ക് പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് അതീവ രഹസ്യമായാണ് ഇവിടെ ആ മേഖലയിൽ ഇപ്പോൾ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. വലിയ സ്ഫോടനം ലാഹോറിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ എയർഫീൽഡ് ഉള്ളത്. അവിടെ സൈനിക പരിശീലനം, ഒപ്പം തന്നെ പൈലറ്റുമാരുടെ പരിശീലനമൊക്കെ നടത്തുന്ന വളരെ പഴയ ഒരു എയർഫീൽഡാണ് ഈ വാൾട്ടൺ എന്നത്. അവിടെയാണ് ഈ തരത്തിൽ, അതിന് സമീപത്താണ് ഈ തരത്തിലൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സ്ഫോടനത്തിൽ ഉപയോഗിച്ച സ്ഫോടക വസ്തു, ആരാണ് ഇതിന്, ഒരു ആക്രമണമാണെങ്കിൽ ആരാണ് ഇതിന് പുറകിൽ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സിന്ദൂർ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് തന്നെ പാകിസ്ഥാനിൽ മറ്റൊരു അപായ സൂചന അവർക്ക് ലഭിക്കുകയാണ്. അത് ലാഹോറിൽ നിന്നാണ്. അതിൻ്റെ ഈ ബുദ്ധികേന്ദ്രം, ഇതൊരു ആക്രമണമാണെങ്കിൽ ബുദ്ധികേന്ദ്രം എവിടെ നിന്ന് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഇനിയിപ്പോൾ അറിയേണ്ടിയിരിക്കുന്നു. അതിനുള്ള താമസമാണ് ഹാഷ്മി. യെസ്, 1 അല്ല 2 അല്ല 3 സ്ഫോടനങ്ങൾ, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി. അത് ഡ്രോൺ ആക്കണമെന്ന് കരുതപ്പെടുന്നുണ്ട്. അവിടെ വലിയ പുകയുയരുന്ന ദൃശ്യങ്ങൾ, സൈറൺ മുഴങ്ങുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്നത് അല്പസമയത്തിന് വ്യക്തമാവട്ടെ.